നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, ട്രിവാൻഡ്രം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ. പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്, മൂക്കന്നൂർ, City Tower, City Wear, City Shoes, Ankamali and Cochin Kalapavan, Ankamali franchise. ജമ്മു കാശ്മീരിന്റെ സ്വയംഭരണാവകാശത്തിൽ കോൺഗ്രസ് നിലപാട് തുറന്നു പറയണം. NC കോൺഗ്രസ് സഖ്യത്തിനെതിരെ വ്യാപക പ്രചാരണത്തിന് BJP. ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യ തീരുമാനത്തിനെതിരെ ദേശവ്യാപകമായി പ്രചാരണം നടത്തുവാൻ BJP നേതാക്കൾ രാജ്യവ്യാപകമായി ഇന്ന് വാർത്താ സമ്മേളനം നടത്തും. NC മുന്നോട്ട് വച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണമെന്നാണ് BJPയുടെ ആവശ്യം. നാട്ടിലേക്ക് മടങ്ങുവാൻ തയ്യാറെന്ന പെൺകുട്ടി 13-കാരിയെ നാളെ കേരളത്തിലെത്തിക്കും. വിശാഖപട്ടണത്ത് നിന്നും കണ്ടെത്തിയ 13-കാരിയെ നാളെ കേരളത്തിലെത്തിക്കും. കേരള പോലീസ് സംഘം വിശാഖപട്ടണത്തെ ഗേൾസ് ഹോമിലെത്തി ഏറ്റെടുക്കലിന് മുന്നോടിയായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. നാട്ടിലേക്ക് മടങ്ങുവാൻ തയ്യാറെന്ന് പെൺകുട്ടി പറഞ്ഞതായി കഴക്കൂട്ടം SI പറഞ്ഞു. മണിപ്പൂർ സംഘർഷം പുതിയ വഴിത്തിരിവിൽ. ശബ്ദരേഖ ഒറിജിനൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി കുടുങ്ങും. പുറത്താക്കണമെന്ന് കുക്കി MLAമാർ. മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട 10 കുക്കി MLAമാർ. ദി വയർ പുറത്തുവിട്ട ഓഡിയോയുമായി ബന്ധപ്പെട്ട മണിപ്പൂർ സംഘർഷത്തിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ടെന്ന സംശയം ഉയർന്നതിന് പിന്നാലെയാണ് നീക്കം. അജയ് ലാംബയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ സംസ്ഥാനത്തെ സംഘർഷം സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ബിരേൻ സിംഗിനെ ഉടനടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്നും വിലക്കിയില്ലെങ്കിൽ അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്ന ആശങ്കയും ഇവർക്കുണ്ട്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും രഞ്ജിത്തിനെ മാറ്റണം കെ സുധാകരൻ. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരായ ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ ആരോപണം അടിയന്തരമായി അന്വേഷിക്കണമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും രഞ്ജിത്തിനെ മാറ്റണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടു. റോളിൽ നിന്ന് പറഞ്ഞു, നടിയോട് മോശമായി പെരുമാറിയിട്ടില്ല. ശ്രീലേഖ മിത്രയുടെ ആരോപണം നിഷേധിച്ച സംവിധായകൻ രഞ്ജിത്ത്.
ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ ആരോപണം നിഷേധിച്ച ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്ത് 15 വർഷം മുൻപ് നടന്ന കാര്യങ്ങൾ വ്യക്തമായി ഓർക്കുന്നുണ്ട്. ശ്രീലേഖ മിത്ര പാലേരി മാണിക്യത്തിന്റെ ഓഡീഷന് വന്നിരുന്നു. എന്നാൽ കഥാപാത്രത്തിന് അനുയോജ്യം അല്ലാത്തതിനാൽ പരിഗണിച്ചിരുന്നില്ല. നടിയോട് മോശമായി പെരുമാറിയിട്ടില്ലെന്നും രഞ്ജിത്ത് പറഞ്ഞു. ആരുടെ ബുദ്ധിയും കുബുദ്ധിയുമാണെന്ന് എനിക്കറിയില്ല. ആർക്കാണ് ഇതിൽ ഗൂഢോദ്ദേശ്യം ഉള്ളതെന്നും അറിയില്ലെന്നും രഞ്ജിത്ത് കൂട്ടിച്ചേർത്തു. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷകഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു, എന്നെപ്പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. പവർ ഗ്രൂപ്പ് നേരത്തെയുണ്ട്. എന്നെയും അച്ഛനെയും വിലക്കിയത് ഒരേ സംഘം. ഷമി തിലകൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതീക്ഷയില്ലെന്ന് നടൻ ഷമി തിലകൻ 24നോട്. സർക്കാർ റിപ്പോർട്ടിൽ നടപടിയെടുക്കില്ല, ഇരകൾ തെരുവിലിറങ്ങട്ടെ, ചെറിയ കാര്യങ്ങൾ മാത്രമാണ് പുറത്തു വന്നതെന്നും ഷമി തിലകൻ പറഞ്ഞു. കട്ടിലിനടിയിൽ പാക്ക് ചെയ്ത് ലഹരി മരുന്ന്. കോഴിക്കോട് കുപ്രസിദ്ധ മയക്കുമരുന്ന് കച്ചവടക്കാരി പിടിയിൽ. ലഹരി വിൽപ്പന, പോലീസിനെ ആക്രമിക്കൽ തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ മയക്കുമരുന്ന് വിൽപ്പനക്കാരി പിടിയിലായി. താമരശ്ശേരി തച്ചംപൊയിൽ സ്വദേശിനി ഇരട്ടക്കുളങ്ങര പുഷ്പ എന്ന റജീനയെയാണ് കോഴിക്കോട് റൂറൽ SP നിധിൻ രാജ് P IPSന്റെ കീഴിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. ഇവരുടെ പക്കൽ നിന്നും മാരക ലഹരി മരുന്നായ 60 ഗ്രാം MDMAയും 250 ഗ്രാം കഞ്ചാവും കണ്ടെത്തിയിട്ടുണ്ട്. അനോറമ്മലിലെ ഇവർ താമസിക്കുന്ന വാടക വീട്ടിൽ നിന്നാണ് റജീനയെ അറസ്റ്റ് ചെയ്തത്. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ 50% വരെ വിലക്കിഴിവ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, കാർഗോസ്, ഷൂസ്, ചപ്പൽസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു. വിദേശയാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ, ജാക്കറ്റ്സും ലഭ്യമാണിവിടെ. സിറ്റി ടവർ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. Our sister concern, City Wear and City Shoes, Angamali. Number 048424555555. വയനാട് ദുരന്തബാധിത പ്രദേശത്തെ സ്കൂളുകൾ ചൊവ്വാഴ്ച തുറക്കും. കേന്ദ്രത്തിന് വിശദമായ മെമ്മോറാണ്ടം നൽകി മന്ത്രി. വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശത്തെ സ്കൂളുകൾ ചൊവ്വാഴ്ച തുറക്കുമെന്ന് മന്ത്രി K രാജൻ. സെപ്റ്റംബർ 2-ന് പ്രത്യേക പ്രവേശനോത്സവം നടത്തും. ചൊവ്വാഴ്ച മുതൽ സ്കൂൾ തുടങ്ങും. വിദ്യാർത്ഥികൾക്ക് മാത്രമായി 3 KSRTC സർവീസ് നടത്തും. ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇന്നത്തോടെ ഏതാണ്ട് അവസാനിക്കും. 3 കുടുംബങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. കേന്ദ്രത്തിന് മുൻപിൽ ദുരന്തത്തിലെ നാശനഷ്ടങ്ങളെ കുറിച്ചടക്കം 18-ന് വിശദമായ മെമ്മോറാണ്ടം സമർപ്പിച്ചു. പണം നൽകാനുള്ള പ്രയാസം ഇനി കേന്ദ്രത്തിനില്ല. 1800-233-0221 എന്ന നമ്പറിൽ ദുരിതബാധിതർക്ക് ഏത് സമയത്തും ബന്ധപ്പെടാമെന്നും മന്ത്രി അറിയിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.